അരുൺ ഇപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്, എത്താറായിട്ടുണ്ടോ? ഏറ്റവും ഒടുവിലായി നമുക്ക് അവിടെ നിന്ന് തെരച്ചിലിന്റെ വിശദാംശങ്ങൾ എന്താണ് ലഭിക്കുന്നത്? അനുജ, ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് മഴയ്ക്ക് അല്പശമനമുണ്ട്. എന്നാൽ അത് പൂർണ്ണമായി മഴ മാറി നിൽക്കുന്നുവെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അവിടെ ഈ ശക്തമായ മഴ എന്തായാലും കുറെ സമയമായി ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് എന്തായാലും രക്ഷാപ്രവർത്തനത്തിന് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. നിലവിൽ അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തെരച്ചിൽ എന്ന് പറയുന്നത് ഈ മണ്ണ് നീക്കം ചെയ്യുകയാണ്. അത് ഈ കൃത്യമായി നമ്മൾ GPS ലൊക്കേറ്റ് ചെയ്ത കൃത്യം ആ പോയിന്റിലെ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്തുള്ള തെരച്ചിൽ കൂടുതലായി കടന്നിട്ടില്ല. അതിനപ്പുറത്തേക്ക് ഇതൊരു വലിയ മൺകൂനയാണ്, വലിയ ഒരു കുന്ന് തന്നെ ഇടിഞ്ഞു വീണതാണ്. അപ്പോൾ ഈ രണ്ടു വശങ്ങളിലുള്ള മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ ഇതിൽ കൂടുതൽ കൃത്യമായ ഒരു പോയിന്റിലേക്ക് ഇതെത്താൻ കഴിയില്ലെങ്കിൽ രക്ഷാപ്രവർത്തകർക്ക് കൂടുതൽ ഈ GPS ലൊക്കേഷൻ എന്ന് പറയുന്ന ഇടത്തിലേക്ക് കുറച്ചുകൂടി അടുത്തെത്തി അവിടെ നിന്ന് മണ്ണ് കുഴിച്ചെടുത്ത് നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് പറയുന്നത്. സ്വാഭാവികമായി ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. JCBയും മറ്റു തൊഴിലാളികളെയെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് മണ്ണ് നീക്കം ചെയ്യുന്നത്. അത് കുറെ മണിക്കൂറുകളായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് ഇതിൽ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, ഈ മണ്ണ് നീക്കം ചെയ്യുമ്പോൾ തന്നെ ഈ മഴ പെയ്യുമ്പോൾ കൂടുതൽ വെള്ളം ഒലിച്ചിറങ്ങുന്നു. അതോടൊപ്പം തന്നെ ചെറിയ തോതിൽ മണ്ണ് അവിടുന്ന് ഈ മുകളിൽ നിന്ന് ഇടിഞ്ഞ് താഴോട്ട് വീഴുന്ന സാഹചര്യമുണ്ട്. അതാണ് ഈ രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുള്ളത്. അതങ്ങനെ വീണ്ടും ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായാൽ അത് ഈ രക്ഷാപ്രവർത്തനത്തെ കാര്യമായി തന്നെ ബാധിക്കും എന്നാണ് അവർ പറയുന്നത്. അവിടുത്തെ ഇതൊരു കൊങ്കൺ ടെറൈനാണ്. അതിന്റെ ഒരു ഭൂപ്രകൃതി നമുക്കറിയാം. ഈ മണ്ണിടിച്ചിൽ വളരെ പെട്ടെന്ന് മഴ ശക്തമായാൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രദേശം അശാസ്ത്രീയമായിട്ടുള്ള ഈ ദേശീയപാതയുടെ ഭാഗമായിട്ടുള്ള നിർമ്മാണം നടന്നുവെന്ന ആക്ഷേപമൊക്കെ നിലനിൽക്കുന്നുണ്ട്. കൃത്യമായ ശാസ്ത്രീയമായ രീതിയിലല്ല ഈ മണ്ണ് എടുത്ത് ഈ റോഡ് നിർമ്മിച്ചത് എന്ന തരത്തിലുള്ള ആക്ഷേപം നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും അങ്ങനെയുള്ള മണ്ണിടിച്ചിൽ സാധ്യത തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ സൂക്ഷ്മമായാണ് ഈ രക്ഷാപ്രവർത്തനം ഇവർ നടത്തുന്നത്. എന്തായാലും ഈ മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ GPS ലൊക്കേഷന്റെ ഏകദേശം ഒരു ഇടം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവിടെ അതുകൂടി കേന്ദ്രീകരിച്ച് അവിടുത്തെ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്താൽ മാത്രമേ അതിന് അടിയിൽ ലോറി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊരു സ്ഥിരീകരിച്ച് പറയാൻ വേണ്ടി എന്തായാലും സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് എന്തായാലും രക്ഷാപ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ്, രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ലൊക്കേഷനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ദുർഘടമായൊരു രക്ഷാദൗത്യം തന്നെയാണ് അവിടെ നടക്കുന്നത് എന്ന വിവരമാണ് അരുൺ പൂപ്പറമ്പ് നൽകിയത്. ഞങ്ങൾക്കൊപ്പം മറ്റു പ്രതിനിധികൾ കൂടിയുണ്ട്. കക്കോടിയിലെ അർജുൻ്റെ വസതിയിൽ നിന്ന് സമീർ സി മുഹമ്മദാണ് ഈ തത്സമയം ചേരുന്നത്. സമീർ, ഇപ്പോൾ കുടുംബാംഗങ്ങളുടെ പ്രതികരണം ഏറ്റവും ഒടുവിലായി വരുന്നത് എന്താണ്? അവർക്ക് എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? നേരത്തെ ലൊക്കേഷൻ കിട്ടുക ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ അവരുടെ പ്രതികരണം എങ്ങനെയാണ്? കുടുംബം വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അർജുനായി കാത്തിരിക്കുന്നത്. അർജുൻ്റെ സഹോദരനും അതുപോലെ തന്നെ അളിയനും അവിടെ ഉണ്ട്. അവരിപ്പോൾ ബന്ധപ്പെടുന്നുണ്ട്. വീട്ടിൽ അച്ഛനും അമ്മയും അതുപോലെ തന്നെ ഭാര്യയും 2 സഹോദരിമാരുമുണ്ട്. അവരോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു എന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. കാലാവസ്ഥ കൂടുതൽ അനുകൂലമാവുകയാണ് എങ്കിൽ ദ്രുതഗതിയിൽ തന്നെ അവിടുത്തെ മണ്ണ് നീക്കുന്നതും അതുപോലെ തന്നെ മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലും സാധ്യമാകും. അങ്ങനെയെങ്കിൽ വളരെ വേഗത്തിൽ അർജുനെ കണ്ടെത്താൻ കഴിയും എന്ന അത്തരത്തിലുള്ള വാർത്തയാണ് അവിടെ നിന്ന് കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത്. കുടുംബവും അതുപോലെ തന്നെ നാടുമൊക്കെ വലിയ പ്രത്യാശയോടുകൂടെ കാത്തിരിക്കുകയാണ്, പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ചിരുന്നു. പക്ഷേ അനുകൂലമായിട്ടുള്ള ഒരു നടപടിയും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടാകുമായിരുന്നെങ്കിൽ ഇന്ന് ഇപ്പോൾ ഈ സമയത്തിനകം തന്നെ അത്തരം ഈ ഒരു ഘട്ടം ഉണ്ടാവില്ലായിരുന്നു, അർജുൻ കൂടെ ഉണ്ടാകുമായിരുന്നു എന്നുള്ള ആ ഒരു കാര്യമാണ് അവർ പരാതിപ്പെടുന്നത്. എന്തായാലും ഇപ്പോൾ ദ്രുതഗതിയിൽ തന്നെയാണ് അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നത്. കേരള സർക്കാരും അതുപോലെ തന്നെ കർണാടക സർക്കാരും വലിയ രീതിയിൽ ഈ വിഷയത്തെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിക്കൊണ്ട് നാവികസേനയുടെയും അതുപോലെ തന്നെ ദുരന്ത നിവാരണ സേനയുടെയൊക്കെ സാന്നിധ്യത്തിലാണ് അവിടുത്തെ തെരച്ചിൽ പുരോഗമിക്കുന്നത്. ഈ 20 മീറ്ററോളം താഴേക്ക് ഈ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ട് ലോറിയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയും എന്നാണ് വിദഗ്ധർ നൽകുന്ന വിവരം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പരിശോധനകൾ കൂടി ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നുണ്ട്. കൂടാതെ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളും അത് സൈബർ സെല്ലിൻ്റെ കൂടെ സഹായത്തോടു കൂടിയാണ്. രാവിലെ വരെ അത് പ്രവർത്തിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടി ലഭ്യമാകുന്നു. ഒപ്പം തന്നെ ഏറ്റവും ചൊവ്വാഴ്ച പുലർച്ചെ വരെ അർജുൻ്റെ സുഹൃത്തായിട്ടുള്ള സമീറുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്
തന്നെയാണ് കുടുംബത്തിനുള്ളത്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അർജുൻ അപകടത്തിൽപ്പെട്ട ആ ഭാഗത്താണ് ഈ 2 പേരുള്ളത്. അതായത് സഹോദരനും ഒപ്പം തന്നെ ഭാര്യയുടെ സഹോദരനുമുള്ളത്. അവർ അക്കാര്യങ്ങളാണ് കുടുംബവുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത്. കൂടാതെ കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് 3 മണിയോട് കൂടെ ഇവിടെ എത്തിയിരുന്നു. ഈ കുടുംബവുമായി സംസാരിക്കുകയും ചെയ്തു. ഉത്തര കന്നഡ കളക്ടറുമായി കൊണ്ട് വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. അവിടെ എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്ന വിവരം. അത്തരത്തിലുള്ള എല്ലാ നടപടികളും 2 സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് എന്നും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത് എന്ന കാര്യം കൂടി അറിയിക്കുന്നുണ്ട്. അതിലൊരു ആശങ്ക അവർ പങ്കുവെക്കുന്നത് ഈ മോശം കാലാവസ്ഥയാണ്. വളരെ വേഗത്തിൽ ഇടിഞ്ഞു വരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുമ്പോൾ വളരെ വേഗത്തിൽ അവിടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. രക്ഷാപ്രവർത്തനത്തെ സാരമായി തന്നെ അത് ബാധിക്കുന്നുണ്ട് എന്ന കാര്യമാണ്. അത്തരമൊരു ആശങ്കയാണ് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ കോഴിക്കോട് ജില്ലാ കളക്ടറെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടെ കുടുംബം കാത്തിരിക്കുകയാണ്. അർജുന് ഒരു വിധത്തിലുള്ള ആപത്തുമില്ലാതെ വളരെ നല്ല രീതിയിൽ തന്നെ ആരോഗ്യമായിക്കൊണ്ട് തന്നെ കോഴിക്കോട്ടേക്ക് തിരിച്ചു വരും, കണ്ണാടിക്കലിലേക്ക് തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷയോടു കൂടിയാണ് ഈ നാടും കുടുംബവും കാത്തിരിക്കുന്നത്. അനുജ, അതാണ് അർജുന്റെ വസതിയിൽ നിന്ന് നൽകാനുള്ള വിവരം. സമീർ സി മുഹമ്മദാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്. സജോ ദേവസ്യ കൂടി കൂടുതൽ വിശദാംശങ്ങളുമായുണ്ട്. സജോ, ഇനിയിപ്പോൾ വരുന്ന വലിയ പ്രതിസന്ധി എന്നുള്ളത് ഇരുട്ടാവുകയാണ്. അപ്പോൾ ഏത് തരത്തിലേക്കാണ് പരിശോധന നടത്താൻ പോകുന്നത്? പ്രത്യേക ലൈറ്റും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഇട്ട് അതിനൊക്കെയുള്ള സജ്ജീകരണങ്ങളായിട്ടുണ്ടോ? അനുജ, ഈ രക്ഷാപ്രവർത്തനം അങ്ങേയറ്റം ശ്രമകരവും ദുഷ്കരവുമാണ്. ഇടവിട്ട് കനത്ത മഴ ലഭ്യമാകുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാകുന്നുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. നിലവിൽ ഇപ്പോൾ നടക്കുന്നത്, നേരത്തെയും രക്ഷാപ്രവർത്തനം അല്പം വൈകിയിരുന്നു, അല്പമല്ല നല്ലതുപോലെ വൈകിയിരുന്നു. പിന്നീടാണ് അത് സംസ്ഥാന മുഖ്യമന്ത്രിയുടെയും ഒപ്പം പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ പലരും ഇടപെട്ടു. പിന്നീട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഓഫീസ് തന്നെ ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തി. അതിനുശേഷം അതിനൊരു ഗതിവേഗം കൈവന്നു. ഇപ്പോൾ നടക്കുന്ന കാര്യം, ഇത് യഥാർത്ഥത്തിൽ ഒരു ഷിരൂർ മേഖലയിലെ ഒരു ഭാഗത്ത്, അതായത് ഒരു കുന്നിൻ്റെ വലിയൊരു ഭാഗം തന്നെ താഴേക്ക് പതിക്കുകയാണ് ചെയ്തത്. മണ്ണ് വലിയ തോതിൽ, മണ്ണിൻ്റെ അളവ് എന്ന് പറയുന്നത് വലിയ അളവാണ്. അത് നീക്കം ചെയ്യുക എന്നത് വളരെ ശ്രദ്ധാപൂർവം തന്നെ ചെയ്യേണ്ടതാണ്. നല്ല മഴയുണ്ട്, നല്ല വെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും കൂടുതൽ മണ്ണിടിച്ചിൽ അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ദേശീയപാത 66 അതിനോട് ചേർന്നാണ് അവിടെ നെയിലിംഗ് ഒന്നും നടത്തിയിരുന്നില്ല. സോയിൽ നെയിലിംഗ് ഒക്കെ സാധാരണ നടത്തുന്നതാണ്, അങ്ങനെയൊന്നും ഉണ്ടായില്ല. പകരം ഈ മലയുടെ ഒരു വലിയ ഭാഗം തന്നെ ഈ ഗംഗാവലിയോട് ചേർന്ന് ഇടിഞ്ഞ് താഴേക്ക് പതിക്കുകയാണ് ചെയ്തത്. വലിയ അളവിലുള്ള മണ്ണുണ്ട്. ഇപ്പോൾ ഇരുഭാഗങ്ങളിൽ നിന്നായി 4 വീതം JCBകൾ വെച്ച് ഈ റോഡിനോട് ചേർന്ന ഭാഗത്തുള്ള മണ്ണ് നീക്കം ചെയ്യുക എന്നതാണ്. അങ്ങനെ ക്രമേണ അതിലേക്ക് എത്തുക എന്നതാണ്. മെറ്റൽ ഡിറ്റക്ടർ സ്ഥലത്ത് എത്തിച്ച് പരിശോധന നടത്തിയിട്ടുണ്ട്. GPS ലൊക്കേഷൻ യഥാർത്ഥത്തിൽ ലഭിച്ചതാണ്, മണ്ണിനടിയിൽ തന്നെയാണ് എന്നതാണ് ആ നിഗമനവും ഉള്ളത്. അതൊരു പ്രധാനപ്പെട്ട വഴിത്തിരിവുമായിരുന്നു. ഈ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയ ലൊക്കേഷൻ കിട്ടും. ബാംഗ്ലൂരു ടീം കൂടി അവരോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു ടീം, രണ്ട് ബറ്റാലിയൻ കൂടി അങ്ങോട്ടേക്ക് നിയോഗിക്കാനുള്ള തീരുമാനം പിന്നാലെ വന്നതാണ്. അവർ കൂടി ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. പുഴയിലെ പരിശോധന ഈ കാര്യത്തിൽ, അർജുനെ കണ്ടെത്തുന്ന കാര്യത്തിൽ ഇനിയിപ്പോൾ പ്രായോഗികമല്ല, ആവശ്യമില്ല എന്ന് കണ്ടെത്തിയിരുന്നു. ഇത് പുരോഗമിക്കുന്നു. മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ അർജുനെ കണ്ടെത്താനായിട്ടുള്ള തെരച്ചിൽ എങ്ങനെയാണ്, പരിശോധനകൾ എങ്ങനെയാണ് നടക്കുന്നത്? ഇതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധികൾ നൽകിയത്.